അന്നത്തെ ദിവസം അള്ളാഹുവിലേക്ക് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞെന്താണെന്നോ, നമ്മൾ നമസ്കരിക്കുന്നതും നിസ്കരിച്ചതും പ്രഭാതത്തിൽ ദിക്ർ ചൊല്ലിയില്ലേ ഞാൻ നിങ്ങൾ, എന്തേ ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മരണത്തോടു കൂടി കാര്യം അവസാനിക്കുകയായിരുന്നെങ്കിൽ മരണം ഒരു റാഹത്താകുമായിരുന്നു. മരണത്തോടെ കാര്യങ്ങൾ ആരംഭിക്കുക. ഇത് കളിയും ചെയ്യുന്ന തമാശയുമാണ്. ഇത് വെറും ലഅബുൻ വലഹവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമാത്തിൽ യഗീസ്. ഇന്നിയാളുടെ ജീവിതം അതാണ്. ജീവിതത്തിന്റെ തുടക്കം എപ്പോഴാണ്? നീട്ടി നിവർത്തി കിടത്തൂലേ, കാലിൽ കെട്ടൂലേ, സുഹൃത്തെ പനി മൂക്കിലും മറ്റു ഭാഗങ്ങളിലും വെക്കലേ, അന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാനം. അതുകൊണ്ട് നമ്മൾ ചില ഗൗരവപ്പെട്ട കാര്യങ്ങളെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജീവിതം ഇതല്ല പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷമാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധത്തോടെ ജീവിക്കണം. എത്രമാത്രം അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നുവല്ലോ. എത്ര അനുഗ്രഹങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കാതോർത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ കോടാനുകൂടി അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. ഈ വിരൽ അനക്കാൻ എനിക്ക് സാധ്യമല്ല, അള്ളാഹുവിന്റെ തൗഫീഖിൽ. ഈ ഹാളിൽ നമ്മൾ ഇരിക്കുന്നു, കുറെ അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബുൽ ഇസ്സത്ത് നൽകിയത് കൊണ്ടാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. നന്ദിയുള്ളവരാണോ ഞാൻ നിങ്ങൾ? ഖുർആനിലെ ഒരു 75% ഖുർആനിലെ സ്വത്തുക്കളും നമുക്ക് അല്ലാഹുവിന്റെ നിഅമാത്തുകളെ പറ്റി തന്നെ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആയത്ത് കുറവാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞ ആയത്ത് 1-2 ഉള്ളൂ. സകാത്തുമായി ബന്ധപ്പെട്ട ആയത്ത് ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ആയത്ത് ചുരുക്കമാണ്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറയിൽ 6000 ചില്ലാനം വചനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ എന്തിനെ പറ്റിയാണ്? ഇന്ന അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലേ എന്ന് ഉണർത്തുകയാണ്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല ലിബാസാ വജഅൽനാ അൻ-നഹാറ മഅശാ. ലോകത്തെ പറ്റി പ്രവാചകൻ സംസാരിച്ചപ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പ്രവാചകൻ സംസാരിച്ചപ്പോൾ, മരണത്തോടെയാണ് ജീവിതത്തിന്റെ സമാരംഭം എന്ന് റസൂലുള്ളാഹി സംസാരിച്ചപ്പോ പ്രവാചകന്റെ പ്രബോധ മുഹമ്മദിനെ പരിഹാസതയോടെ കണ്ടു. എന്താണ് മുഹമ്മദേ നീ ഞങ്ങളോട് പറയുന്നത്? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ. ജനിച്ച് മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പോ നടക്കാൻ പോകുന്ന വിഷയമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിലെ സൂറയിൽ അല്ലാഹുവിന്റെ ഹൃദയത്തെ തൊട്ടുമുട്ടുന്ന രൂപത്തിൽ സംസാരിച്ചു. പരലോകത്തെ പറ്റി പറയുന്നവൻ ആരാണെന്നോ? ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതാരാ? മുഹമ്മദ് നബിയെ നിയോഗിച്ചയച്ചതാരാണെന്നോ? അലം നജ്അൽ ലഹു മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. ഇതൊക്കെ ചെയ്തൊരു കഴിവിട്ട റബ്ബിനെ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു. ഞാൻ പറയട്ടെ, സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ റഹ്മാനായ റബ്ബിനെ പറ്റി ബോധമുണ്ടാക്കിയത് ഈ ആയത്തുകളാണ്. പരലോകം എന്ന് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആയത്തുകളാണ്. തൗഹീദിനെ പറ്റി പറഞ്ഞപ്പോ അവർക്ക് പരിഹാസമായിരുന്നു. പല വിഷയങ്ങളും പല ദൈവങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവരോട് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അജാലൽ ആലിഹത ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. വ്യത്യസ്ത ദൈവങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഞങ്ങളോട് ഒരാളോട് മാത്രം പറയണമെന്ന് പറയുന്ന മുഹമ്മദേ, നിന്റെ വാദഗതി സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലെന്ന് പറഞ്ഞവർ അല്ലാഹുവിനെ ബോധ്യപ്പെട്ടപ്പോ, അവന്റെ കുതിരത്ത് ബോധ്യപ്പെട്ടപ്പോ വിശ്വാസികളെ തൗഹീദിനു വേണ്ടി അടർക്കളത്തിൽ അടരാടി മരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞെന്താണെന്നോ? അല്ലാഹുവിനെ ബോധ്യപ്പെട്ടു. ഖുർആനില് ഒട്ടുമിക്ക ആയത്തുകളും സിത്താവിനെ പരിചയപ്പെടുത്താണ്. എന്താണ് ആ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നിന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ലേ, ഇത് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? അല്ലെ അനുസരണക്കേടുകൾ കാണിക്കുന്ന മക്കളോട് മാതാപിതാക്കൾ പറയാറില്ല പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വാപ്പ അലിയുമ്മ, വാപ്പിനി ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള സമീപനങ്ങളോ പെരുമാറ്റം വരുമ്പോ മാതാപിതാക്കൾ പറയുന്നത്, അതാ ഇത്ര കാലം നിനക്ക് വേണ്ടി ഞാൻ ആ പ്രവാസ ജീവിതം നയിച്ചു, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു, നീ എന്നോട് ഇങ്ങനെ കാണിച്ചു, ഇത്ര സൗകര്യങ്ങൾ ഞാനല്ലേ നിനക്ക് ചെയ്തു തന്നു. വിശ്വാസികളെ സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ച് അവന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറകിൽ സഞ്ചരിക്കുന്ന മനുഷ്യനോടല്ല ചോദിക്കുകയാണ്, എടോ ഞാനല്ലേ നിനക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്നത്,
അതാണ് ഖുർആനിലെ 75% ആയത്തുകൾ എങ്ങനെയാണ്? ആരാ റബ്ബ്? ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീആ. ഹുവല്ലദീ അല്ലാഹ് ഖലഖ ലക്കും, അവനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്, മാ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ള സകലതും ഒക്കെ അല്ലാഹയാണ് ഉപകരിക്കുന്നത്. എത്ര ആയത്തുകളാണ് ഖുർആനിൽ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള സലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. എല്ലാ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുൽക്ക് സൂറത്ത് ഓതണം. എല്ലാവരും ഓതാത്തവരുണ്ടെങ്കിൽ അത് ദായിമാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മാന്യത്തിമില്ലാത്ത മുൽക്ക് ഓതാതെ കിടന്നുറങ്ങില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളെ നമ്മൾ ശീലിക്കണം. ഒന്നാമത്തെ വീട് കബറാണ്. അവിടെ സുഖം കിട്ടണോ, അവിടെ സമാധാനം കിട്ടണോ, അവിടെ വിശാലത ലഭിക്കണോ, റഹ്മാനായതുകൊണ്ട് അവന്റെ പ്രിയപ്പെട്ട പ്രവാചകരോട് നമ്മൾ പഠിപ്പിക്കുന്നു. സൂറത്ത് മുൽക്ക് മാന്യത്തുമില്ലാത്ത ആ സൂറയിലായത്ത ഹുവല്ലദീ അല്ലാഹ് ജഅല ലക്കും ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള സലൂലാ, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. വണ്ടി ഓടിക്കാൻ, അതുപോലെ തന്നെ വീട് വെക്കാൻ, എല്ലാറ്റിനും സംവിധാനങ്ങൾ ഒരുക്കുന്ന രൂപത്തിൽ ഭൂമി ഒരുക്കി തന്നു. പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ മുത്തുകയാണ്. എത്ര ആയത്ത്! മഗ്‌രിബിക്ക് രണ്ടാമതായി ഇമാം എന്നൊരു ബഹുമാന്യ വ്യക്തിത്വം റഹ്മാൻ എന്ന് ഓതുന്നുണ്ട്. വലിയ ഉച്ചത്തിൽ ഓതുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ ഉച്ചത്തിൽ ഓതുന്നു. വല്ലാത്തൊരു സൂറത്താണ് റഹ്മാൻ. 31 തവണയാണ് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയത് ഗൗരവത്തിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നതിന്റെ അർത്ഥം, മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഞാൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതൊരു വെല്ലുവിളിയാണ്. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലെന്ന് പറയാൻ എന്തുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകൾ? ഈ ശരീരം എന്റെ റബ്ബല്ലേ എനിക്ക് നൽകിയത്, ഈ ഭൂമിയെ അവനല്ലേ വിരിച്ചു നൽകിയത്, ഈ ആകാശം അവനല്ലേ ഒരുക്കി തന്നത്. അള്ളാഹ് ചോദിക്കണം കുറെ അനുഗ്രഹങ്ങൾ. فيها فاكهة والنخل ذات الأكمام والحب ذو الأسف والريحان فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان. മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഞാൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പറയണം നമ്മൾ ജവാബാണ് ശരിക്കും. അല്ലാഹ് നീ നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നിനെയും ഞാൻ നിഷേധിക്കുകയില്ല. നിനക്കാകുന്ന സമസ്ത അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം പ്രിയപ്പെട്ടവരെ, ചുട്ടുവെള്ളം ഈ ലോകത്ത് കുടിക്കാൻ നമ്മുടെ കൈകൾ ലഭിക്കുന്നു. നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. നമ്മൾ അല്ലാഹുവിന്റെ തൗഫീഖ്. മക്ക വിട്ട് മദീനത്ത് പോയ പ്രവാചകന്റെ ജന്മ, മക്ക വിട്ട് മദീനത്ത് പോയ പ്രവാചകന്റെ ജന്മ മഹാനായ റസൂലുള്ളാഹി ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി അല്ലാഹ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആയത്ത് റസൂലുള്ളാഹി വിശദീകരിച്ചപ്പോ മുഹാജിരീങ്ങളായ സ്വഹാബത്ത് റസൂലുള്ളാഹി ചോദിച്ചു, നബിയേ അയ്യു നഈമിൻ തുസ്തിലന്നാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ത് അനുഗ്രഹങ്ങളെ പറ്റിയാണ് റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക? മിൻ അമ്വാലിനാ വഅഹ്ലിനാ വദിയാരിനാ. യാതൊരു വാക്കാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുക, ആര് മക്ക വിട്ട് മദീനത്ത് പോയി അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചി കയ്യിലേറ്റി ജീവിതത്തിൽ സമ്പാദിച്ച സകല സമ്പാദ്യങ്ങളും മക്കയിലിട്ടേച്ചു പോയ മുഹാജിരികൾ മഹാനായ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ അയ്യു നഈമിൻ തുസ്അലു അന്നാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ത് അനുഗ്രഹങ്ങളെ പറ്റിയാണ് റബ്ബ് ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക? വീട്ടിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടവരാണ് ഞങ്ങൾ, കുടുംബങ്ങളിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടവരാണ്. എന്താ? ഭാര്യ പോന്നിട്ടില്ല കൂടെ, കുടുംബങ്ങൾ പോന്നിട്ടില്ല കൂടെ, ഭാര്യ ആദർശത്തിന്റെ വഴിയിൽ വരാത്തവളാണെങ്കിൽ അവൾ കൂടെ വന്നിട്ടില്ല. ഇത്ര പ്രയാസകരമായ അവസ്ഥയാണ് സ്വഹാബത്തുണ്ടായത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം, വീട്ടിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടവൻ, കുടുംബത്തിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടവൻ, സമ്പത്തിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടവൻ, എന്ത് അനുഗ്രഹങ്ങളെ പറ്റിയാണ് പ്രവാചകനോട് ചോദ്യം ചെയ്യപ്പെടുക? മഹാനായ റസൂൽ പറഞ്ഞു, ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നന്ദിയുള്ളവരാണോ എന്ന് ആലോചിച്ചു, ലക്ഷ്യബോധത്തോടെയാണോ മുന്നോട്ട് പോകുന്നത് ആലോചിച്ചു.
പ്രവാചകൻ തിരുമേനിയ സഹാബത്തിന് കണ്ണു തള്ളിപ്പിക്കുന്ന രൂപത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞ വാക്കുണ്ടാവുന്നോ, ഈ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ഒരിറ്റു വെള്ളം നിങ്ങളുടെ തൊണ്ട നനക്കാൻ റഹ്മാനായ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. ഒരു തണൽ മരം നിങ്ങൾക്ക് ഈ മണൽപ്പരപ്പിൽ തണൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലദാനി തുസ്അലാനി അൻഹു യൗമൽ ഖിയാമ. അല്ലാഹു റസൂൽ പറയുന്നു, ആലോചിച്ചുകൊള്ളുക, റബ്ബിന്റെ മുന്നിൽ ചെല്ലണ്ടേ, കൈകെട്ടി നിൽക്കണ്ടേ, നമുക്ക് ഉത്തരം പറയണ്ടേ, നമുക്ക് ആലോചനയുണ്ടോ എനിക്ക് നിങ്ങൾക്ക്, പരലോകത്ത് പോണ്ടേ നമുക്ക്. സഹാബത്തിന്റെ കണ്ണിൽ അവരെ വേദനിപ്പിച്ചൊരു വാക്ക്, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ തൊണ്ട നനക്കാൻ നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നുവെങ്കിൽ അല്ലാഹു നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സഹാബത്തിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകി ഈ ലോകത്തെ ഒരൽപ്പകാലം നമ്മെ ജീവിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, ഏ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന്? മനുഷ്യനോടാണ്, മുസ്ലിമിനോടാണ്. ഈ ആദമിന്റെ മക്കളൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളായി അവനെ വഴിപ്പെട്ട് ജീവിക്കേണ്ടവർ. ഈ ലോകത്തെ എല്ലാവരും ഉപ്പാന്റിമാന്റെ മക്കളാണ്. അതുകൊണ്ടാണ് പരലോകത്തിന്റെ വിഷയം പറയുമ്പോൾ മനുഷ്യരെ എന്നാണ് പറയാൻ സംബോധന. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിശ്വാസ കാര്യം പറയുമ്പോൾ മനുഷ്യരെ എന്ന സംബോധന. കർമ്മപരമായ വിഷയങ്ങൾ പറയുമ്പോഴാണ് ഈ ആയുർവേദിനാണ്. എന്തുകൊണ്ടാണ്? പരലോകത്തെ ജോസഫും അതുപോലെ തന്നെ ഇബ്രാഹിമും അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കണം. ഏകദൈവാരാധന എല്ലാവരും അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഖുർആന്റെ സംബോധന എങ്ങനെയാണ്? പരലോകം പറയുമ്പോൾ അങ്ങനെയാണ്. മനുഷ്യരെ, അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. പരലോകം പറയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു ആയത്തിലും മനുഷ്യ നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മറ്റുള്ള ഇതര ജീവിജാലങ്ങൾ ചത്തൊടുങ്ങി പോകുന്നത് പോലെ ചത്തൊടുങ്ങി പോകേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. അല്ലാഹ് ചോദിക്കുന്നു, അലം യകുൻ നുത്ഫ, നീ ഒരു നുത്ഫത്തായിരുന്നില്ലേ? നീ കോടാനുകോടി ശ്രവിക്കപ്പെടുന്ന ബീജങ്ങളിൽ ഒരു നുത്ഫത്തായിരുന്നു. ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈമാൻ കൂടണോ? രണ്ടക്കാൽ നമസ്കരിക്കണമെന്ന മനസ്സ് വേണോ? ഇസ്തിഗ്ഫാർ തേടണമെന്ന മനസ്സ് വേണോ? ജീവിതം റബ്ബ് തൃപ്തിപ്പെടുന്ന വഴിയിൽ ചിട്ടപ്പെടുത്തണമെന്ന മനസ്സ് വേണോ? നുത്ഫത്ത് എന്ന വാക്കിനെ പറ്റി മാത്രം വിളിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ വന്ന നുത്ഫത്ത് ഡോക്ടറോടെ ഇരിക്കുന്നു. നുത്ഫത്തിനെ പറ്റി മാത്രം വിളിച്ചാൽ എന്നിറങ്ങിയ സൂറത്താണിത്. 1500 വർഷങ്ങൾക്കും. എന്താ മുത്തറസൂലിന്റെ ക്വാളിഫിക്കേഷൻ? ഹബീബായ പ്രവാചകന്റെ ക്വാളിഫിക്കേഷൻ എന്താ? യോഗ്യത എന്താ? അന്നബിയൽ ഉമ്മിയ, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ സങ്കീർണമായ അവസ്ഥകളെ പറ്റി സംസാരിക്കുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ വാക്കാണ് പ്രിയപ്പെട്ടത്. ഖുർആനിൽ നുത്ഫത്ത് പറഞ്ഞോക്കാണ്. ഏ മനുഷ്യ, നിന്നെ വൃഥാവിൽ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയുനാ ثم كان علقة فخلق فسوى وجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. എത്ര ചിന്താർഹമാണ് ആ വചനം, എത്ര ഗൗരവമാണ് ആ വചനം. ഖുർആനിക വചനങ്ങൾക്കല്ലാതെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവരെ നുത്ഫത്ത്. യാസീൻ സൂറത്തിൽ നുത്ഫത്ത് നായക് നോക്ക്. യാസീൻ സൂറയുടെ അവസാനത്തിൽ നുത്ഫത്ത് ഉണ്ട്. മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോ അവലം യറൽ ഇൻസാൻ, അവലം യറൽ ഇൻസാൻ, മനുഷ്യ നീ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ഈ വിസ്തൃതമായ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ സൃഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന മനുഷ്യ, നിനക്ക് മുഹമ്മദ് നബി പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാം, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലെന്ന് വേണമെങ്കിൽ പറയാം, ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് നിനക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ചിന്തിക്കടോ നീ. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, നീ ചിന്തിച്ചിട്ടുണ്ടോ നാമല്ലേ നിന്നെ നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചത്? എത്ര ആധികാരിക സ്വരത്തിലാണ് ആ വാക്ക്. അവലം അന്നാ ഖലഖനാഹു, അത് റഹ്മാനായ റബ്ബിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. ഇപ്പൊ നീ ആരാ? നീ താർക്കികനാണ്. റബ്ബിൽ എന്ന് പറയാൻ മാത്രം നിന്റെ അഹങ്കാരം നിന്നെ എത്തിച്ചു അല്ലേ? അതല്ല പരലോകത്തിൽ
അവന്റെ അഹങ്കാരത്തിന്റെ വാക്കായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുക. അള്ളാഹ് ഉദാഹരണം പറയാം. എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അവന് സാധിക്കുമെന്നു ചുട്ട മറുപടി ആയത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിലുള്ളത് കൊടുത്തു. ആരാ റബ്ബെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ലേ? പച്ചമരത്തിന് തീയിൽ ഉത്പാദിപ്പിക്കുന്നവർ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم الذي جعل لكم من الشجر الاخضر نارا. ആയത്തിന്റെ വാക്യം എന്താ? ആയത്തിന്റെ വാക്യം أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അള്ളാഹു നമ്മൾ അനുഭവിച്ചറിയുന്നു. ഇത്രയും അനുഗ്രഹം നൽകി ഈ ലോകത്തേക്ക് പ്രിയപ്പെട്ടത് ജീവിതം കൊണ്ട് ലക്ഷ്യം കണ്ടു. അതാണ് ഈ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ വെറുതെ വിടുന്നു? വിടൂല പ്രിയപ്പെട്ടവരെ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു പണിയില്ലാതെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യബോധത്തോടെയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. എന്താ ലക്ഷ്യം? ആര് സ്വർഗത്തിന്റെ അഖിലകാരാകാൻ പണിയെടുക്കുന്നു, ആര് നരകത്തിലേക്ക് പോകുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് ലക്ഷ്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഒരു സെക്കൻഡ് പോലും ലക്ഷ്യം മറന്നു പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകാൻ പാടില്ല. ജീവിത മരണത്തെ ഒന്ന് സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് സുഹൃതം ചെയ്യുന്നു, അതാണ് അള്ളാഹു നോക്കുന്നത്. നമ്മൾ നോക്കണ ആരാ നല്ല ഡ്രസ് ഇട്ട് നടക്കുന്നു എന്നതല്ല, ആരാ നല്ല വീട്ടിൽ കഴിയുന്നു എന്നതല്ല, ആരാ നല്ല ഫുഡ് കഴിക്കുന്നു എന്നതല്ല, മറിച്ച് ആരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിധികൾ വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് അള്ളാഹു നോക്കുന്നത്. ഈ സംസാരം കേൾക്കുന്നവരെ, ആ റഹ്മാനായ നിരീക്ഷണത്തിൽ നമുക്ക് വിജയികളാകാൻ സാധിക്കും. നിങ്ങളാ നിരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം. ഈ സദസ്സ് അള്ള നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ടവരെ, നിർവൃതിയോടെയാണ്. എന്നെ സൃഷ്ടിച്ചെന്നെ പരിപാലിക്കുന്ന പടച്ചറബ് നിങ്ങളുടെ മുന്നിൽ രണ്ട് വാക്ക് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നത് നിർവൃതിയോടെ ഇരിക്കണം, അഭിമാനത്തോടെ ഇരിക്കണം. ഈ വിസ്തൃതമായ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ റബ്ബ് തൃപ്തിപ്പെടുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു അല്ലേ? വല്ലാത്തൊരു വാക്കല്ലേ അത്. ഇന്ന റബ്ബക ബിൽ മിർസാദ്. അള്ളാഹ് ഇങ്ങനെ കറക്റ്റ് ഇവിടെ എത്ര ആളുണ്ട്, ഓരോരുത്തരെയും മനോഗതി പോലും അള്ളാഹ്. ആ റബ്ബ് നമ്മെ ഈ ലോകത്തേക്ക് വിട്ടത് ആര് സ്വർഗത്തിന്റെ അഖിലകാരാകുന്നു, നരകത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നു എന്നറിയാൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അമ്പിയാക്കൾ അള്ളാഹ് പറഞ്ഞത്, നമ്മളെങ്ങനെ സൃഷ്ടിച്ചു വിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ചാൾ സ്വർഗത്തിലേക്ക് മാറണം, കുറച്ചാൾ നരകത്തിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ അത് സ്നേഹനിധിയല്ല. പരലോകത്തെത്തുമ്പോ ഈ സ്വർഗത്ത് പോ, നമുക്ക് നരകത്ത് പോ എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാതെയാണ് അല്ലാഹു ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്നാണെങ്കിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് നീതി കാണിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമായിരുന്നു. എന്താ നമുക്ക് പറഞ്ഞു തരാത്തത്? അമ്പിയാക്കൾ എന്തിനു വിട്ടു? കാരണം മനുഷ്യർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് ആ അമ്പിയാക്കൾക്ക് അല്ലാഹു വഹ്യ് നൽകി. അതാണ് പ്രവാചകന്മാരിലൂടെ റഹ്മാനായ റബ്ബ് ലോകത്തിന് നൽകിയ വലിയ അനുഗ്രഹം. എന്താ പ്രിയപ്പെട്ടവരെ? അമ്പിയാക്കളുടെ വരവാണ്. നമ്മുടെ മാതാപിതാക്കളിലൂടെ അഥവാ ആദമിലൂടെ ഹവ്വയിലൂടെ, ആ രണ്ട് മഹനീയ ആ പ്രവാചകന്മാരിലൂടെ അഥവാ ആദമിലൂടെയും ഹവ്വയിലൂടെയും ലോകത്തിന് അല്ലാഹു നൽകിയ സുവിശേഷ വാർത്തയാണെന്ന് നിങ്ങളോട് പോയിക്കൊള്ളണം. നിങ്ങളവിടെ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ സന്മാർഗദർശനം വന്നു കിട്ടും. എവിടെ നമ്മുടെ ഒരു ഭാഗ്യവാൻ. എല്ലാ കാര്യങ്ങളും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ റസൂൽ പഠിപ്പിക്കുക? സകല കാര്യങ്ങൾ, അതാണ് എല്ലാ കാര്യങ്ങളും അണവെടുത്ത് പഠിപ്പിച്ചു. തന്റെ ഇണയുമായി ഇടപഴകി ജീവിക്കുമ്പോൾ എന്തൊക്കെ നിബന്ധനകൾ പാലിക്കണം, സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, കുടുംബരംഗത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്രത്തോളം എന്നാൽ ഒരു ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാലാതി എടുത്തു വെക്കണം, എന്ത് നിർദ്ദേശങ്ങൾ പാലിക്കണം. ഒരു വീട്ടിൽ കഴിച്ചു കൂട്ടുമ്പോ ആ ബെഡ്റൂമിലേക്ക് മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് പഠിപ്പിച്ച കൂടെ പ്രിയപ്പെട്ടവരെ എന്താ നമുക്ക് പഠിപ്പിച്ചത്? ലക്ഷ്യബോധം നമ്മുടെ സൃഷ്ടിപ്പ് കൊണ്ട് റബ്ബ് കണ്ടതുകൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു. അതാണ് വിശ്വാസികളോട് പടച്ച റബ്ബ് കാരുണ്യം കാണിച്ചിട്ടുണ്ട്, ദാക്ഷിണ്യം കാണിച്ചിട്ടുണ്ട്. അവരിലേക്ക് പ്രവാചകന്മാരെ നിയമിച്ചു എല്ലാം പഠിപ്പിച്ചു.
അള്ളാഹുവിന്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചു. നരകത്തിന്റെ ആയത്തുകൾ നമുക്ക് കേൾക്കുമ്പോൾ വിഷമമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് നരകത്തിന്റെ ആയത്തുകൾ അള്ളാഹ്ക്ക് നമ്മോട് സ്നേഹമുണ്ടെന്ന് തെളിവാണ്. എങ്ങനെയാണ് റബ്ബിന് നമ്മോട് സ്നേഹമുണ്ടെന്നതിന് തെളിവാണ്. റബ്ബിന് നമ്മോട് സ്നേഹമുണ്ടെന്നതിന് തെളിവാണ് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ആയത്ത്. ഖുർആനിൽ 1000 ആയത്ത് നരകത്തെ പറ്റിയുണ്ടെങ്കിൽ 1000 ആയത്ത് സ്വർഗത്തെ പറ്റിയുണ്ട്. അത്രയും കൃത്യം. വിശ്വാസിയെ പറ്റി 1000 ആയത്തുണ്ടെങ്കിൽ അവിശ്വാസിയെ പറ്റി 1000 ആയത്തുണ്ട്. സുഹൃതങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യത്തെ പറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തിയെങ്കിൽ തിന്മയുടെ വഴിയിൽ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന ഭയാനകമായ അവസ്ഥയെ പറ്റി ഖുർആൻ പരാമർശിച്ചു. എന്താ എല്ലാ കാര്യത്തിലും ബോധ്യപ്പെടുത്തിയാണ്. നരകത്തിന്റെ ആയത്ത് പേടിപ്പെടുത്തുന്നു അല്ലേ? ഭക്ഷണം, അവിടുത്തെ വെള്ളം, അവിടുത്തെ ഹിസാബിലേക്ക് മനുഷ്യൻ വരുന്ന രൂപം എല്ലാം കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. സക്കൂം വൃക്ഷത്തിൽ നിന്നാണ് സത്യനിഷേധി നിനക്ക് ഭക്ഷണം. മനുഷ്യൻ 2 വിഭാഗം, ഒന്ന് കാഫിർ, മറ്റൊന്ന് മുഅ്മിൻ. അല്ലെങ്കിൽ മുസ്ലിം, മറ്റൊന്ന് മുസ്ലിം. ആദമിന്റെ മക്കൾ 2 വിഭാഗം. അവിടെ എത്തുന്ന സമയത്ത് ഏത് പാർട്ടിക്കാരന ഏത് സംഘടനയും മെമ്പർഷിപ്പ് എടുത്താതൊന്നും അല്ല അവിടുത്തെ ചോദ്യം. മുസ്ലിമാണോ മുസ്ലിമാണോ? 2 വിഭാഗമായി ലോകത്ത് പരലോകത്തെത്തുമ്പോൾ അതാണ് സൃഷ്ടിച്ചവന്റെ വിധിവിലക്കുകൾ മാനിച്ചവൻ മുസ്ലിം, സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചവൻ മുജ്രിം. പ്രിയപ്പെട്ടവരെ, മുജ്രിം ഭയാനകമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതാണ് സത്യനിഷേധി. അതാണ് ഖുർആൻ സൂറത്ത് തഗാബുന്റെ തുടക്കത്തിൽ ഞാനല്ലേ കൂട്ടരെ നിങ്ങൾ സൃഷ്ടിച്ചത്, നിങ്ങൾ വിശ്വാസി ഉണ്ടല്ലേ, സത്യനിഷേധി ഉണ്ടല്ലേ. അള്ളാഹു വെള്ളം നൽകി, വായു നൽകി, ഭക്ഷണം നൽകി, സൗകര്യം നൽകി ഈ ലോകത്തേക്ക് വിട്ടു. പക്ഷേ ആ മനുഷ്യരിൽ അവന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നവരുണ്ട്, ധിക്കരിക്കുന്നവരുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് 2 സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരിക്കുന്നു. ഇപ്പൊ പള്ളിയിൽ വാങ്ങി വിളിച്ചല്ലേ മഗ്‌രിബ് ഇശാക്ക് സുഖമായി പള്ളിയിൽ പോയവരുണ്ട്, പോകാത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോവിൽപ്പെട്ടവർ നമ്മുടെ ഈ ഏരിയയിലുണ്ട്, എല്ലായിടങ്ങളിലുമുണ്ട്. ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ മറ്റും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ ദുനിയാവിൽ ഒരാളുടെ കയ്യിലും കാലിനും അള്ളാഹു ചെങ്ങലക്കിടൂല, അവനൊന്ന് സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം സഹോദര ശ്വാസം നിലക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ശ്വാസം നിലക്കുന്നതോടുകൂടി അവന്റെ പ്രയാസത്തിലേക്ക് വഴിമാറേണ്ടി വരികയാണ്. സത്യനിഷേധിയുടെ അവസ്ഥ നരകമാണ്. ഖുർആൻ പറയുന്നത് സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. നരകത്തിന്റെ ആയത്ത്, നരകത്തിൽ മരണം സംഭവിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ നരകത്തെ പറ്റി ഖുർആൻ പറഞ്ഞ ആയത്തുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വർധന ഉണ്ടാകുന്നതോടുകൂടി ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഞാൻ നരകത്തെ പറ്റി പറഞ്ഞ ആയത്തുകൾ സൃഷ്ടാവിന് നമ്മോട് സ്നേഹമുണ്ടെന്നതിന് തെളിവാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആരും ഇപ്പൊ നരകത്തിൽ പോയിട്ടില്ല. ആദമിന്റെ മക്കളിൽ ഒരൊറ്റ കുട്ടിയും നരകത്തിൽ പോയിട്ടില്ല. വരാനിരിക്കുന്ന നാളെ പോകുന്നതിനെ പറ്റി കൃത്യമായി അല്ലാഹു ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, കാര്യബോധമുള്ള നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. സത്യനിഷേധിക്കുന്ന ഭക്ഷണം പാപിയുടെ ഭക്ഷണം സക്കൂം വൃക്ഷത്തിൽ നിന്നാണ്. നരകത്തിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമാണ് പ്രിയപ്പെട്ടവരെ സക്കൂം. അതിന്റെ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അവന്റെ വയറുകളിലുള്ളത് ഛിന്ന ഭിന്നമായി പോവുകയാണ്. അള്ളാഹു പറയാണ്, വയറുകൾ അത് തിളച്ചു മറിച്ചു കൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് വെച്ച വെള്ളം വെട്ടിത്തിളക്കുന്നത് പോലെ അവന്റെ വയറുകൾ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, വീണ്ടും അത് പറയാണ്, എത്ര ആയത്തുകളിലൂടെയാണ് നരകത്തിന്റെ ഭയാനകതയെ പറ്റി സംസാരിച്ചത്. എന്നാൽ അതേ ഖുർആൻ നരകത്തെ പറ്റി പറഞ്ഞ അതേ ഖുർആൻ സ്വർഗത്തെ പറ്റി പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നതാണെന്നോ സുഹൃത്തുക്കളെ, ഗൗരവത്തിൽ കാര്യങ്ങളെ കാണും. അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് വിട്ട് ഒരല്പകാലം നമ്മെ ജീവിക്കാൻ അനുവദിച്ചത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നവരാണ് നോക്കാൻ. അല്ലാതെ ദുനിയാവിന്റെ പിറകിൽ യാത്ര ചെയ്യല്ലേ പ്രിയപ്പെട്ടത്. ദുനിയാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പരലോകത്തിന്റെ വിഷയം പറയുമ്പോൾ 2 പ്രതിബന്ധങ്ങളാണ് സ്വർഗം ലഭിക്കാൻ നിങ്ങൾ തടസ്സമല്ല. ഒന്നെന്താണ്? മഹാവഞ്ചകനായ പിശാച് നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ.
5 നേരം നിസ്കരിക്കാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ നമ്മെ അനുവദിക്കുന്നില്ല. ഇരിക്കണം നിങ്ങളെ പറ്റിയല്ലേ സംസാരിക്കണം. നിസ്കരിക്കാത്തവർ എത്രയാണ് പ്രിയപ്പെട്ടവരെ? 5 നേരം നിസ്കരിക്കാത്തവർ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ പെടണമെങ്കിൽ മകൻ നിസ്കരിച്ചാൽ മാത്രം പോരാ, സുബഹി നിസ്കരിച്ചാൽ ഉൾവിളിയോടുകൂടി 5 നേരം നമസ്കരിക്കണം. നമ്മുടെ നാടുകളിലാകട്ടെ എവിടെങ്ങളിൽ നിന്ന് വിശ്വസിച്ചു കൃത്യമായി നമസ്കരിക്കുന്നത് കുറവാണ്. സാഹചര്യം കിട്ടുമ്പോൾ നമസ്കരിക്കും. ഒട്ടുമിക്ക ആളുകളും പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ പറയാറുണ്ട്, എല്ലാവരും നിസ്കാരമൊക്കെ ആരംഭിച്ചു ഇല്ല പ്രിയപ്പെട്ടവരെ, കൃത്യമായി നിസ്കരിക്കുന്നതാണ് കുറവാണ്. സാഹചര്യങ്ങളിൽ അപൂർവമൊക്കെ ചില ഭക്തികൾ നമസ്കരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നതാണെന്നോ നിസ്കാരത്തിന്റെ കാര്യം മറ്റെല്ലാ കാര്യങ്ങളിലും പലപ്പോഴും ദുനിയാവിന്റെ പുറകിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. ഞാൻ നിങ്ങളും ആ കാര്യത്തിൽ ഗൗരവം കാണിക്കണമെന്നാണ് സൂചിപ്പിക്കാറ്. മഹാനായ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിൽ കൃത്യമായി ലോകബോധമോടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയപ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് പ്രിയപ്പെട്ടവരെ സഹാബത്തിൽ കാണാൻ പറ്റി. ഒരു സഹാബി ഇങ്ങനെ കരയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയും. മഹാനായ പ്രവാചകൻ അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചു. പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് ഈ കരയുന്നത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെ പറ്റി ഓർത്തുകൊണ്ട് കരയുന്നവരാകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? ഇന്ന് വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ കരഞ്ഞവരുണ്ടാകാം ഈ സദസ്സിൽ. മക്കളുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ തിരുസന്നിധി ഞാൻ എത്തിപ്പെടേണ്ടതെന്ന ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് കരയാൻ ഇടറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹിന്റെ സഹാബത്തൊക്കെ ഈ കരഞ്ഞത് പരലോകത്തെ പറ്റി ഓർത്തുകൊണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയാണ്. റസൂൽ ചോദിച്ചു, എന്താ അബൂ ഹുറൈറ നീ കരയുന്നത്? ആ സഹായി പറഞ്ഞു, നബിയെ, അങ്ങയിൽ വിശ്വസിച്ചതിന് ശേഷം ദുനിയാവിൽ ഒരു പ്രശ്നവും എന്നെ കരയിപ്പിച്ചിട്ടില്ല. പിന്നെന്താ? കയ്യിൽ കാര്യമായിട്ട് വിഭവമില്ല, നീണ്ടൊരു യാത്ര എനിക്ക് നടത്താനുണ്ട്, അതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്ന് അനുഗ്രഹീതനായ സഹാബി പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ പരലോകത്തിന്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധാലുക്കളായി. നമ്മൾ ആലോചിച്ചു നോക്കും, ഓരോരുത്തരും ആലോചിച്ചു നോക്കും. ദീനിന്റെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിൽ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുക. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എറിഞ്ഞു കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. റമളാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. റമളാൻ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു. റമളാനിലൂടെ നമ്മുടെ ജീവിതം സ്ഫുടം ചെയ്യപ്പെട്ടിരിക്കും. പക്ഷേ വീണ്ടും തെറ്റുകുറ്റങ്ങൾ വന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ? സൂക്ഷ്മതയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? തത്വബോധമുണ്ടോ? എന്നെപ്പോഴും കണ്ടുപിടിക്കുന്ന റബ്ബിനെ പറ്റി തിരിച്ചറിവുണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്കും നിങ്ങൾക്കും. എന്താ തത്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ പറ്റിയുള്ള കൃത്യമായ ബോധം. ആ റബ്ബിനെ കാണുന്നു എന്നൊരു ബോധമാണ്. അവൻ തന്നെ നിരീക്ഷിക്കുന്നു എന്നൊരു ബോധമാണ്. ആരോരും തന്നെ കാണുന്നില്ലെങ്കിലും റബ്ബുൽ ഇസ്സത്ത് തന്നെ കാണുന്നു എന്ന കൃത്യമായ ഒരു ബോധത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കേണ്ടത്. അപ്പൊ ദുനിയാവിന്റെ പിറകിൽ യാത്ര ചെയ്യുന്ന ഒരു പെടലിനെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് മഹാന്മാരായ പ്രവാചകന്റെ ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരും. അവരൊക്കെ ദുനിയാവിന്റെ കാര്യത്തെ ശ്രദ്ധിച്ചിരുന്ന, അത് റസൂലുള്ള അവരോടൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. മദീനത്തെത്തിയപ്പോൾ പ്രവാചകന്റെ പത്നിമാർക്ക് റസൂലുള്ള നൽകിക്കൊണ്ടിരിക്കുന്ന ചെലവ് പോരാന്നൊരു തോന്നൽ. മറിച്ചുക ഒരു തലമുറയല്ല, 2 തലമുറയല്ല, 3 തലമുറ തിന്നാലും തീരാത്തത്ര സാമ്പത്തിക സുസ്ഥിതി ഉള്ളവർ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? 2 ദിവസം തുടർച്ചയായി തിന്ന റസൂലുള്ളാഹിന്റെ കയ്യിൽ 3ാമത് തിന്നാൻ കയ്യിൽ വകയില്ലായിരുന്നു. നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യത്തിലാണ്. 2 ദിവസം അതെന്താ വലിയ വിഭവസമൃദ്ധമായ ആഹാരമല്ല. നബിക്ക് വയറെന്നറിയാല്ലേ, ഒരു ഈത്തപ്പഴം ലഭിച്ചാൽ മതി. 2 ദിവസം ഫുഡ് കഴിച്ചാൽ 3ാമത് ദിവസം ഭക്ഷണം കഴിക്കാൻ റസൂലുള്ളാഹിക്ക് വകയില്ലായിരുന്നുവെന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുവെങ്കിൽ മഹാനായ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബ പ്രവാചക പത്നിമാർ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിലേക്ക് വന്ന സന്ദർഭം, നബി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉയരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ട്. അന്ന് ജീവിച്ചിരിപ്പുള്ള 8-9 ഭാര്യമാരുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പ്രശ്നം അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചത്. റസൂൽ അങ്ങനെ അല്പം നബിയുടെ പല്ല് വെളിപ്പെടുമാ റസൂലുള്ളാഹിയുടെ ചെറിയ രൂപത്തിൽ പുഞ്ചിരി. റസൂലുള്ളാഹിനോട് അവർ പറയാം, പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചെലവിൽ അല്പം വർദ്ധനവുണ്ട്. അവിടെ എന്തിനാണെന്നോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് അവതീർണമാകാൻ വഴിയൊരുങ്ങിയ ഒരു പശ്ചാത്തലമാണ് നമ്മൾ കേൾക്കുന്നത്.
റസൂലുള്ളാഹി പറഞ്ഞു എങ്ങ് നൽകുന്ന ചെറിയ സിയാദ. മഹാനായ റസൂൽ പറഞ്ഞു എൻ്റെ കയ്യിലില്ലാത്തതാണെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. എൻ്റെ കയ്യിലില്ലാത്തതാണെന്ന് ആവശ്യപ്പെടുന്നു. ആരാ പ്രവാചകൻ? പ്രവാചകൻ ഒന്നും അക്ഷരം ചെയ്യാടിയില്ല. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ വന്നു. അപ്പോൾ റസൂൽ ഇങ്ങനെ ചെറിയൊരു ഉയരത്തിലിരിക്കുന്നു, ഭാര്യമാരൊക്കെ ഇങ്ങനെ ചുറ്റുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പ്രവാചകന്റെ പ്രശ്നം? എൻ്റെ കയ്യില്ലാത്തവർ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യില്ലാത്തവർ ആവശ്യപ്പെടുന്നു. മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ ഈ വാക്ക് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മോൾ ആയിഷയെ പിടിച്ചുകൊണ്ടുപോയി. എന്താണ് വിഷയം ചോദിച്ചു. പ്രശ്നം പറഞ്ഞു. ഗൗരവത്തിൽ സംസാരിക്കാത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ മോളോട് സംസാരിക്കുക. അല്ലാഹു റസൂലിന്റെ കയ്യില്ലാത്ത ആവശ്യപ്പെടുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. റസൂലുള്ളാഹിയെ ചിരിപ്പിക്കണമെന്ന്, കാരണം റസൂലുള്ളാഹിന്റെ യുദ്ധവും അവിടുത്തെ സാഹചര്യവും മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ നർമ്മം കലർന്നൊരു വാക്ക് പറയാം. അല്ലാഹു റസൂലിൽ നിന്ന് ചിരിപ്പിക്കണം, കാരണം എന്തോ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് റസൂലുള്ളാഹിന്റെ അവസ്ഥ മനസ്സിലാക്കി. വലിയതാൻ ചോദിച്ച എന്താ പ്രശ്നം? റസൂലുള്ളാഹി പറഞ്ഞു, ഉമർ ഇവരൊക്കെ എൻ്റെ കയ്യില്ലാത്തത് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മോൾ ഹഫ്സയെ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയെ പിടിച്ചുകൊണ്ടുപോയി ചെറിയ രൂപത്തിൽ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ചെറിയ വേദനിപ്പിച്ചു എന്ന് പോലും ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. വിശ്വാസികളെ, ഉമർ റളിയല്ലാഹു അൻഹു വരവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെടലുകൾക്കും ഹബീബായ പ്രവാചകന്റെ മൗനത്തിനും സാക്ഷിയായ ലോകത്തിന്റെ നാഥനും ആയത്തിറങ്ങിയത് കേട്ടിട്ടുണ്ടോ? സൂറത്ത് അഹ്സാബിലെ ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കണം. കുടുംബജീവിതം നയിക്കുന്നവരാണ്, കുട്ടികളും കുടുംബങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഈ ഒരു നിശബ്ദതയ്ക്ക് സാക്ഷിയായ ഏഴാകാശങ്ങളുടെ മീതെയുള്ള റബ്ബ് ആയത്തുമായി ജില്ലയിൽ വരയ്ക്കാൻ പറഞ്ഞു തരികയാണ്. അല്ലാഹു റസൂൽ ആയത്തിറങ്ങും, പ്രവാചകരെ അങ്ങയോട് ജീവിത ചെലവിൽ അല്പം വിശാലത ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ ഭാര്യമാരോട് ലൈൻ നിൽക്കാൻ പറയുന്ന തൊലാക്കിലൂടെ സുഖം കിട്ടുന്ന വഴി തേടിക്കും. ജീവിത വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തരാൻ ഒരുക്കമുള്ളവരുടെ കൂടെ നിങ്ങൾ പോയിക്കൊള്ളണം. പരലോകമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രവാചകന്റെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കഴിച്ചുകൂട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്ഷമിച്ച് സഹിച്ചുകൂടെ കഴിച്ചുകൂട്ടണം. ഏതായത് യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബി നാളെ സുബഹിക്ക് എപ്പോഴാണ് നിങ്ങൾ ഖുർആൻ എടുത്തോന്നുന്നെങ്കിൽ ഈ ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി പഠിക്കണം, ഓതണമെന്ന് സ്നേഹത്തോടു കൂടി ഈ എളിയവൻ നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. യാ അയ്യുഹൻ നബി, വലിയ പ്രവാചകൻ, ഖുൽ ലി അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, അങ്ങയുടെ ഭാര്യമാരോട് പറയണം. ജീവിതത്തിന്റെ അല്പം വിശാലത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, ആയിരക്കണക്കിന് സൗകര്യങ്ങൾ എന്നല്ല, തിന്ന വിശപ്പ് മാറുന്നത് തരണം എന്നാണ് പ്രിയപ്പെട്ടവരെ. വിശപ്പ് മാറുന്നത് തരണമെന്നാണ്, അല്ലാതെ ഭൗതികമായ സൗകര്യങ്ങളല്ല, മറ്റുള്ള സുഖലോലുപത ഒന്നുമല്ല. ഹബീബായ പ്രവാചകന്റെ കൈകളിൽ എടുത്തു നൽകാനില്ലെന്ന് അവർക്കറിയാം. അല്പം ഒരു റിയാലെങ്കിലും കൂടുതൽ വിശപ്പ് മാറാൻ നൽകണമെന്ന ആഗ്രഹമാണ് അവർ ആവശ്യപ്പെട്ടത്. ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ അധിപൻ വിശ്വാസികളെ ആയത്തിറക്കുകയാണ്. പറയൂ പ്രവാചകരെ, ഇൻ കുന്തുന്ന തുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ദുനിയാവും ഇവിടുത്തെ സുഖലോലുപതയും ഇവിടുത്തെ സൗഖ്യവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നബിയേ ഇൻ കുന്തുന്ന തുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ ഫതആലൈ, ഇതുവരെ ആയിഷ നിൽക്ക്, ഹഫ്സ ഓരോരുത്തരോടും റളിയല്ലാഹു അൻഹു നിൽക്കും. തആലൈ ഉമ്മത്തിയുകുന്ന വഉസരിഹുകുന്ന സലാം, വല ത്വലാഖ് ജല്ലി, വേണമെങ്കിൽ മത്താവ് നൽകി വരെ ഫ്രീ ആക്കാൻ ആവശ്യപ്പെടുകയാണ്. മറിച്ച് വഇൻ കുന്തുന്ന തുരീദുന അല്ലാഹു റസൂലഹ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നാളെ അനുഗ്രഹത്തിന്റെ സ്വർഗമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് ഈ പ്രവാചകന്റെ കൂടെ കഴിച്ചു കൂട്ടാൻ നിങ്ങൾ ഒരുക്കമാണോ എങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ, വമ്പിച്ച സ്വീകാര്യതാളപ്പെട്ട നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മുടെ ഉമ്മമാരെ കരയിപ്പിച്ചു, അവിടെ കണ്ണുനീര് ചാരിട്ടൊഴുകി. റസൂലുള്ളാഹി പറഞ്ഞു, ഓരോരുത്തരോട് പേര് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, എന്റെ കൂടെ നിൽക്കണോ, സ്വതന്ത്രമായി സുഖലോലുപതയുടെ പുറകിൽ യാത്രക്കാരനോ? ഈ ആയത്തിനെ പറ്റി ഇഖ്തിയാറിന്റെ ആയത്തിൽ നിന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്.
റസൂൽ പറഞ്ഞു, ആയിഷ വേഗം പോയി ഉപ്പയോട് ചോദിച്ചോ, എന്റെ കൂടെ നിൽക്കണോ സ്വതന്ത്രമാകണോ? ഹഫ്സ ഉപ്പയോട് ചോദിച്ചോ. മഹാനായ പ്രവാചകനോട് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞ എന്താണെന്നോ, നബിയേ അങ്ങയോടൊപ്പം നിൽക്കണോ പുറത്തിറങ്ങി പോകണോ എന്ന് ചോദിക്കാൻ എനിക്ക് എന്റെ ഉപ്പയോട് ചോദിക്കേണ്ടതില്ല. അങ്ങയെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങയുടെ കൂടെ ക്ഷമിച്ച് സഹിച്ച് കഴിയാൻ ഞങ്ങൾ ഒരുക്കമാണ്. ചോദിച്ച അബദ്ധമാണ്, പുറത്തു തരണേ, മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ഖുർആനിൽ സൂചിപ്പിക്കണം. നാം പ്രിയപ്പെട്ടവരെ, പരലോക ദുനിയാവിന്റെ വിഷയത്തിൽ അവരുടെ സമീപനത്തെ കൃത്യമായി തടയിടുകയാണ്. ഞാൻ സൂചിപ്പിക്കണം, നിസ്കരിക്കാൻ സമയമില്ല. ഹലാലും ഹറാമും നോക്കി ജീവിക്കുന്നവർ ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ. ജീവിക്കണം നിങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഫിൽസ് ഹലാലല്ലാതെ നമ്മുടെ കൈകളിൽ വന്നാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന സ്വീകരിക്കില്ല. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ ഹലാലാവുകയില്ല. ഒരു 5 പൈസ ഹറാമായ നമ്മുടെ കൈകളിൽ വന്നാൽ ദുനിയാവ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, ഇവിടെ എങ്ങനെയെങ്കിലും വാരിക്കൊള്ളണം. ഇതാണ് നമ്മുടെ ഒട്ടുമിക്ക ആളുകളുടെയും നമ്മുടെ സമൂഹത്തിലെ ചിന്ത. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടും. അല്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. ലക്ഷ്യം സ്വർഗം കിട്ടലാണ്. നരകത്തൊരു സെക്കൻഡ് പോലും ഞാൻ നിങ്ങൾ പോകാൻ ഇടപെടും. അതുകൊണ്ട് ചിട്ടയാകുന്ന ജീവിതം, പ്രവാസ ജീവിതം നയിക്കുന്ന എന്റെ ബഹുമാന വ്യക്തിത്വങ്ങളോട് പറയട്ടെ, തഹജ്ജുദ് നിങ്ങൾ നീക്കണം. കഴിവതും കുടുംബങ്ങളായി കഴിയുന്നവരുണ്ട്, തനിച്ച് കഴിയുന്നവരുണ്ട്. സഹോദരങ്ങളെ, രാത്രിയിൽ ഡ്യൂട്ടിയുള്ളവർ ഇതിൽ ചുരുക്കമാണ്. ഒരു 11-11:30 മണിക്കെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടണം, അള്ളാന്റെ തൃപ്തി കിട്ടണം, അവന്റെ അനുഗ്രഹം വേണോ, നമ്മുടെ പ്രശ്നങ്ങൾ ദുനിയാവിൽ ഇഹത്തിലും പരത്തിലും പരിഹരിച്ചു കിട്ടണോ, ഏറ്റവും അനുയോജ്യമായ സമയം സഹോദര നിശാന്തി സമയങ്ങളുള്ള പ്രാർത്ഥനയാണ്. 4:10 വാങ്ങെങ്കിൽ ഒരു 3:15 നിങ്ങൾ എണീക്കണം. തറാവി നമസ്കരിച്ചവരാണ് ഞാൻ നിങ്ങൾ. വിത്ത് നമസ്കരിക്കാത്തവർ, തഹജ്ജുദ് നമസ്കരിക്കാത്തവർ, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാത്തവർ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. കുടുംബാണോ ജീവിക്കണമെങ്കിൽ അല്ലേ, ഭർത്താവ് ഭാര്യ വിളിച്ചു നോക്കട്ടെ. സ്വർഗത്തിൽ നമുക്ക് ചേരണ്ടേ? അനുഗ്രഹത്തിന്റെ സ്വർഗമേത ജന്നാത്തു അദിനിൻ ലത്തി വഅതഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം. ഈ ആയത്തിനെ കേൾക്കുമ്പോൾ അല്ലാഹു ജഅലനാ മിൻഹും യാ റബ്ബൽ ആലമീൻ പ്രാർത്ഥിച്ചു. അനുഗ്രഹത്തിന്റെ സ്വർഗം ജന്നാത്തു അദിനിൻ ലത്തി വഅതഹും, സ്ഥിരവാസത്തിന്റെ സ്വർഗം ആരാണോട് ഒത്തുചേരുന്നവർ. വമൻ സ്വലഹ മിൻ ആബാഇഹിം, സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. വാപ്പി സ്വാലിഹാണോ? ഇവിടെ വാപ്പ മരിച്ചാലും ഇമ്മ മരിച്ചാലും മക്കൾ പേടിക്കേണ്ട. ചുരുങ്ങിയൊരു ഇടവേളയ്ക്ക് ശേഷം ശാശ്വത ലോകത്ത് ഒരുമിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ നമ്മൾ വിട്ടുപിരിയുന്നു, അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ പറ്റും. പക്ഷേ സ്വാലിഹീങ്ങളാകണം. ഇബ്രാഹിം നബിക്ക് തന്റെ വാപ്പയെ കൂടെ ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ. നൂഹ് നബിക്ക് തന്റെ ഭാര്യയെ കൂടെ ലഭിക്കില്ല. ലൂത്ത് നബിക്ക് തന്റെ ഭാര്യയെ കൂടെ ലഭിക്കില്ല. തൗഹീദ് പ്രധാനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രധാനമാണ്. ശിർക്കിന്റെ അംശം ജീവിതത്തിലുണ്ടോ? ആഖിറത്ത് നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ, ആഖിറത്ത് നഷ്ടമാണ്. അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറയട്ടെ, തൗഹീദാണ്. അല്ലാഹു മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹ്ഹിദീങ്ങളായി മാറാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതാണ്. സ്വർഗപ്രവേശനത്തിന്റെ അവസാന വാക്ക് തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആണോ എന്നതാണ്. എങ്കിൽ ഞാൻ പറയട്ടെ, സ്ഥിരവാസത്തിന്റെ സ്വർഗം അല്ലേ. ഒരു ഭർത്താവ് മരിച്ചപ്പോൾ ഒരു ഭാര്യ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ചപ്പോൾ ഒരു ഭാര്യ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വല്ലാത്തൊരു വാക്കാണ്. എന്തേ? യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് ശുഹദാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഇണയായപ്പോ അൽഹംദുലില്ലാഹ്. എന്താ? തന്റെ ഭർത്താവിന്റെ സാന്നിധ്യം തനിക്കില്ലെങ്കിലും ഒട്ടുമിക്ക വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് അനിവാര്യമാണെങ്കിലും എന്റെ സ്നേഹനിധിയായ ഇണ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് യാത്രയായി തിരിച്ചറിവാണ് അൽഹംദുലില്ലാഹ്. എന്തേ? അവിടെ നമുക്ക് ഒത്തുചേരണം. അതാണ് സ്വർഗം. നമ്മളെല്ലാവരും ഒത്തുചേരുന്നല്ലോ, പരിചയമുള്ളവരൊക്കെ അറിയുന്നൊരു ലോകം. അതാണ് അനുഗ്രഹത്തിന്റെ സ്വർഗം. പക്ഷേ സ്വാലിഹീങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾ നമസ്കരിക്കുന്ന മക്കളെ നമസ്കരിപ്പിക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്ന മജ്‌ലിസിൽ, ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന മജ്‌ലിസുണ്ട്, കുടുംബസമേതം പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കുന്ന മജ്‌ലിസിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ 1 മണിക്കൂർ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്തിനു സമയം ചെലവഴിച്ചു? നമ്മുടെ 24 മണിക്കൂർ ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു, നമ്മുടെ മനുഷ്യത്തിന്റെ മാർഗമാണ്. പക്ഷേ ആഖിറത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. ഏറ്റവും വലിയ നഷ്ടക്കാരാണ് കച്ചവടത്തിൽ നഷ്ട
സംഭവിക്കുന്നവൻ ഏറ്റവും വലിയ നഷ്ടക്കാരൻ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും നാളെ പരലോകത്ത് കൂടെ കിട്ടാത്തവനാണ്. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു. ശ്രദ്ധിച്ചോ ഈ ആയത്ത്. ഏറ്റവും വലിയ നഷ്ടക്കാരൻ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലേ, എന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, പൊന്നോമന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾ നമ്മുടെ കൂടെ സ്വർഗത്തിൽ കിട്ടിയില്ലെങ്കിൽ സങ്കടകരമാണ്. ഖുർആൻ പറയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ സ്വന്തങ്ങളെ കൂടെ കിട്ടാത്തവർ. ആലോചിച്ച് നോക്കി, സംസാരം കേൾക്കുമ്പോൾ എന്റെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? അവർ ഖുർആനുമായി ബന്ധമുണ്ടോ? ദീനിയായ ചിട്ടയുണ്ടോ? ഇസ്ലാമിക വേഷമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടോ? ആലോചിച്ചു എല്ലാവരും. അപ്പൊ സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരും. എന്തൊരു സന്തോഷമാണ് അല്ലേ? പാർട്ടിമി സ്വർഗത്തിലെത്തി, മക്കൾ സ്വർഗത്തിന്റെ ഏതോ ലോകത്താണ്. ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയാണ്, എന്റെ കുട്ടികളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കേണ്ട താമസം ആ മക്കളെ അല്ലാഹു ഈ മാതാപിതാക്കളുടെ അരികിലേക്ക് അടുപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട സ്വർഗം. ആ സ്വർഗം ലഭിക്കേണ്ടേ നമുക്ക് വളരെ കുറച്ചു കാലം എനിക്കും നിങ്ങൾക്ക് ജീവിക്കാം. നമ്മുടെ ആയുസ് എത്രയാണ്? കഴിഞ്ഞ പ്രവാചക സമൂഹങ്ങൾക്ക് 1000, 900, 300 വർഷം ജീവിതത്തിന് അവസരം നൽകിയിരുന്നുവെങ്കിൽ നമ്മുടെ ആയുഷ്കാലം 60 അവസരപ്പെടുന്നു. വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചറിയുക, സ്വർഗം കിട്ടണമെന്നോ അള്ളാഹിനെ കൂടാൻ പഠിക്കുന്ന സദസ്സ് നമ്മൾ വിടാതെ പോകണം. സ്വഹാബത്തിനൊക്കെ ഉന്നത അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് അവർ നബിയുടെ ബന്ധുക്കളും കുടുംബങ്ങളുമായി എന്നതുകൊണ്ടല്ല, അവരൊക്കെ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാണ്. അവർ റളിയല്ലാഹു അൻഹും വറദു അൻഹും എന്ന അനുഗ്രഹീതമായ പദവിയിലേക്ക്. വിശ്വാസികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്ര സമയമാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹിന്റെ മലക്കുകൾ ഇങ്ങനെ തലോടി നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകണം. ഒറ്റ ഹദീസ് കൂടി കേൾപ്പിച്ച് അവസാനിക്കുക. വിശ്വാസിയുടെ മരണം അതൊക്കെ ഇങ്ങനെ വന്ന് ആശ്വസിപ്പിച്ച് റൂഹ് കൊണ്ടുപോകുന്നവരാണ് അല്ലേ? സ്വർഗം നിരക്ക് ഇങ്ങനെ കേൾക്കുന്ന മനസ്സിലുണ്ടല്ലോ തോന്നും. ഇല്ല, ഇന്ന് മരിക്കുമ്പോ ഞാൻ നിങ്ങൾ സ്വർഗത്തിലാണോ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നമ്മൾ മരിക്കും. എല്ലാവരും മനസ്സിലായി. ഇനി ഞാൻ മരിക്കുന്നുവെങ്കിൽ എന്നെ സമീപിച്ച മലക്കിന്റെ അവസ്ഥക്കനുസരിച്ച് എനിക്കറിയാം എന്റെ പോക്ക് അപകടത്തിലേക്കാണോ രക്ഷയിലേക്കാണോ എന്ന്. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. മരിക്കുന്ന സമയത്ത് നമ്മളെ സ്വീകരിക്കാൻ വന്ന മലക്കുകൾ ആ മലക്കിനെ കാണാൻ എന്റെ കണ്ണുകൾക്ക് പവർ പറയുന്ന അബ്ദുൽ മുഅ്മിൻ വിശ്വാസി മരിക്കുമ്പോ വിശ്വാസം മരിക്കുമ്പോ സംഘം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരാം. ഒരു മലക്ക് വന്നില്ലേ, അപ്പൊ തന്നെ ആ അടിയനറിയാം തന്റെ പോക്ക് അപകടത്തിലേക്കാണ്, സുഖത്തിലേക്കാണ്. അടുത്ത് വാപ്പുണ്ടാകും, ഉമ്മ ഉണ്ടാകും, മക്കളുണ്ടാകും. എന്തിനു പോകുന്ന മക്കളുണ്ടാകും, അവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ആരെങ്കിലും ആലോചിച്ചു നോക്ക്. ആ സന്തോഷകരമായ അവസ്ഥകൾക്ക് സാക്ഷികളാകണമെങ്കിൽ ജീവിതം അതിനനുസൃതമായി ചിട്ടപ്പെടുത്തണം. മരിച്ച റസൂൽ പറയാണ്, സത്യനിഷേധി മരിക്കുമ്പോ അടിച്ചു വേദനിപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ റൂഹൻ പിടിച്ചുകൊണ്ടുള്ളത്. ശരീരമാസകൻ മരിക്കാൻ കിടക്കണമെന്ന് അനുഭവിക്കുക. ആ രംഗം നനച്ചൊക്കെ സ്വർഗ്ഗ ബാക്കിയായത് പ്രാണം തൊണ്ടക്കുയിലെത്തുമ്പോ അള്ള പറയാം, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാണ്. എല്ലാരും മരിക്കാൻ കിടക്കണ്ട്. എല്ലാരും ഇങ്ങനെ ശ്വാസം നിലച്ചോ ഒന്നിച്ച് പതുക്കാനായിട്ടോ നോക്കി നിൽക്കണം. അള്ള പറയാൻ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണല്ലേ. പക്ഷേ റബ്ബ് പറയുന്ന ഒരു വസ്തുത, കടക്കുന്നവരോട് എണീറ്റോടടാ നീ ഫലൂലായിരിക്കുന്നു മദീനിയും. ഈ നിമിഷം വരേക്കും സിത്താവിന്റെ വിധിവിലക്കൾ ലംഘിച്ചവനെ എണീറ്റോട് നീ. എണീറ്റോട് ഓടാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അന്വേഷണകരമായ അവസ്ഥയാണ്. അടിച്ചു വേദനിപ്പിച്ചവരുടെ റൂഹിനെ കൊണ്ടുപോവുകയാണ്. ഈ ദുനിയാവിൽ എന്ത് പ്രതിസന്ധിയുണ്ടോ പലരും നമ്മെ സഹായിക്കും. മരണത്തിന് ശേഷം ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ ഒരൊറ്റ കുട്ടിയെ നമ്മെ സഹായിക്കാനുണ്ടാവുക. ഈ തിരിച്ചറിവോടെ നന്മയിൽ സഞ്ചരിക്കുക, റബ്ബിനോട് അടുക്കുക. വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് മനമൊരുക്കി കരടൊരുക്കി കണ്ണുനീർ പൊഴിച്ചുയർത്തത് ഇസ്തിഗ്ഫാറാണ്. നന്മകൾ കൂടുതൽ ചെയ്യുന്നതിലുപരി ഒരു തിന്മയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടിവരയിട്ട് പറയുന്നു, നന്മകൾ കൂടുതൽ ചെയ്യുന്നതിലുപരി ഒരു തിന്മയും വരരുതേ പ്രിയപ്പെട്ടവരെ. എന്താ തിന്മ? ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്റെ ഭാര്യ അറിഞ്ഞാൽ, എന്റെ ഭർത്താവ് അറിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മക്കൾ അറിഞ്ഞാൽ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം എന്റെ ഇവരൊക്കെ അറിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് തോന്നലുളവാകുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ?
ഒഴിവാക്കണേ പ്രിയപ്പെട്ടവരെ, ഒഴിവാക്കണം. ഞാൻ ഈ ഫോൺ വിളിക്കുന്നത്, ഞാൻ ഈ ചാറ്റ് ചെയ്യുന്നത്, ഞാൻ ഈ സംസാരം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അറിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കൾ അറിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് തോന്നലുള്ള ഭാഗത്തൊക്കെ പാപമാണ്, കുറ്റമാണ്. അവർ ആത്മീയങ്ങൾ പെടും, പരലോകത്ത് പരാജയപ്പെടും. തെറ്റുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർവചനമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞെന്താണെന്നോ, നന്മകൾ കൂടുതൽ ചെയ്യണ്ട എന്നല്ല, പക്ഷേ ഒരു തിന്മയും ജീവിതത്തിൽ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അത്രയും സ്നേഹിക്കുന്നു. നമ്മൾ സ്വർഗത്തിലാകണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നതിലുപരി അല്ലാഹു ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും നരകമൊരുക്കി ഒരാളെ നരകത്തിലിട്ട് കരിക്കാൻ കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്നവനല്ല. സ്വർഗമൊരുക്കി എൻ്റെ അടിയങ്ങൾ സ്വർഗക്കാരായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കരുണാമയനായ റബ്ബിന്റെ അനുഗ്രഹത്തിന് സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അറിവില്ലായ്മയാൽ വിവേകത്താൽ ജീവിതത്തിലൊന്നും എല്ലാ ചുറ്റുകുറ്റങ്ങളും കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുവാനുള്ള തൗഹീദിന്റെ വെളിച്ചം സ്വയം ഉൾക്കൊണ്ട് തൊട്ടനവധി ബഹുമാന സഹോദരങ്ങൾ നമ്മുടെ ഈ പ്രവാസികളെത്ത് ശിർക്കിൽ കഴിയുന്നവർ, നരകത്തിന്റെ മാർഗ്ഗം മുന്നോട്ട് പോകുന്നവർ, അവിടെ അരക്കെട്ട് പിടിക്കാൻ ഈ ഒത്തുചേരൽ, ഈ ഒന്നിച്ചിരിക്കൽ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വഴിയൊരുങ്ങുന്ന ഒരു സുഹൃതമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.